മാത്രമുള്ളതുകൊണ്ട് എനിക്ക് ഇരുട്ടിന് മുറിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് വെളിപ്പാടുന്ന ആത്മാവിൽ നിങ്ങളുടെ മുഖം ദർശിക്കേണ്ടി വരും. ഇപ്പോൾ അതിന് സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ എൻ്റെ പ്രസംഗത്തിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വീഡിയോ ഓപ്പണാക്കിയ എല്ലാ ദൈവമക്കൾക്ക്, പ്രത്യേകിച്ച് ചിന്നമ്മ ആൻറ്റി, നമ്മുടെ ജിബു പാസ്റ്ററിൻ്റെ മമ്മിക്കും, പാസ്റ്റർ ജിബി കുവൈത്ത് ദേവദാസനോടും, ജോസ് പാസ്റ്റർ, ഞാൻ അറിയാവുന്ന മിക്ക പേരുകൾ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വിഷയം മൈൻഡിനെ കുറിച്ചാണ്. എനിക്കൊരു അതിയായ ഒരു ഭാരം, ആത്മഭാരം എൻ്റെ അകത്ത് ഇങ്ങനെ കടന്നു ഓടുകയാണ്. ഒരു ഇൻഫോർമേറ്റീവ് ഒരു പ്രസംഗം, ഒരു ടീച്ചിങ് ക്ലാസ് മാത്രം ഇതായി മാറാതെ നമ്മുടെ ലൈഫിനകത്ത് ഡെലിവറൻസ് കൊണ്ടുവരുന്ന ഒരു ക്ലാസ്സും കൂടെ ഇതായി മാറണം. ടീച്ചിങ് ആൻഡ് ദ പവർ ഓഫ് ഗോഡ് ഒരുമിച്ച് അത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനകത്ത് വ്യതിയാനം ഉണ്ടാകത്തുള്ളൂ. സോ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മനുഷ്യൻ്റെ സോൾ സ്ട്രക്ചറിനെയായിരുന്നു, ദ സോൾ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഈ സോൾ സ്ട്രക്ചറിനെ, മൈൻഡ് സ്ട്രക്ചർ, അത് ആ മൈൻഡ് സ്ട്രക്ചറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് സഹായമായില്ല. പക്ഷേ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളെ കർത്താവിൽ നിന്ന് ആത്മമണ്ഡലത്തിലുള്ള ജീവികളുമായിട്ട്, ഭൂതന്മാരുടെ ഒരു സഖ്യമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെലോഷിപ്പിലാണ് അധികം കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ വേണ്ടി ഇടയായത്. അപ്പം ഞാൻ ഈ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു ലെജിറ്റിമേറ്റ് സോഴ്സ് ആണെന്ന് പറയുകയല്ല. നമുക്ക് വെളിപ്പാട് വേണമെങ്കിൽ, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആത്മമണ്ഡലത്തിനകത്ത് കയറിയേ മതിയാകത്തുള്ളൂ. പുസ്തകത്തിൻ്റെ അറിവ് കൊണ്ട് നമ്മൾ പോലും മാറത്തില്ല, നമുക്കും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മാറ്റമുണ്ടാകണമെങ്കിൽ ആത്മമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വിസ്ഡമാണ് നമ്മളെ മാറ്റാൻ പോകുന്നത്. സോ ഈ മൈൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിപ്പാൻ വേണ്ടി ഇടയായത്. ഞാൻ ഇന്നലെ സ്ലൈഡ് കാണിച്ചിരുന്നു. ഇന്ന് അധികം അങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യത്തിലല്ല ഞാൻ. കാരണം പലപ്പോഴും സ്ലൈഡ് എൻ്റെ മനസ്സിനെ അങ്ങോട്ട് തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ സംഭവത്തിലോട്ട് ഫുള്ളി ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. സോ എങ്കിൽ പോലും ഞാൻ കഴിയാവുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. നോട്ട്സ് ഉണ്ടാക്കുന്ന ദൈവമക്കൾ നോട്ട്സ് ഉണ്ടാക്കുകയും വേണം. അപ്പോൾ തന്നെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്ന ദൈവമക്കൾ അത് മനസ്സിലും അത് സ്റ്റോർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോൾ പക്ഷേ അതങ്ങോട്ട് ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്കിത് ക്ലിയർ ആണ് എന്ന്, ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഓക്കെ, പക്ഷേ എൻ്റെ ഫേസ് അതിനകത്ത് വരുന്നില്ലല്ലോ. പക്ഷേ ഒന്ന് പിൻ ചെയ്യാൻ പറ്റുമോ? എന്നെ ഒന്ന് പിൻ ചെയ്യാൻ പറ്റുമോ? അപ്പം ആ സ്ക്രീനിനകത്ത് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ ഇന്നലെ നെഫേഷിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. നെഫേഷ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നെഫേഷ് എന്ന് പറയുമ്പോൾ അതൊരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, മൃഗീയമായ ഒരു ഡ്രൈവിംഗ് ഫാക്ടറാണ്. ഡ്രൈവിന് പറ്റത്തില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഡ്രൈവ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഡ്രൈവ്സ് ഉണ്ട്. അപ്പം എന്തിനെക്കുറിച്ചോ നമുക്കുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാം ഈ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് നകത്തുണ്ടാകുന്ന ഈ ആനിമൽസ് എല്ലാം ഒരു ഡ്രൈവേഴ്സാണ്. ദേ കൺട്രോൾ അസ്, ദേ ലീഡ് അസ് ടു സം പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ.
ബൈബിളിനകത്ത് മൊത്തം ആനിമൽസുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ, മൃഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് ബൈബിളിനകത്ത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മത്തായി 10-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ശിഷ്യന്മാരോട്, ഞാൻ നിങ്ങളെ ആടുകൾ എന്ന പോലെ ചെന്നായ്ക്കളുടെ നടുവിൽ അയക്കുകയാണ്. നിങ്ങൾ പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരും പ്രാക്കളെ പോലെ നിഷ്കളങ്കന്മാർ ആയിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളവിടെ ശ്രദ്ധിച്ചോ? ആട് മൃഗത്തിൻ്റെ കാറ്റഗറിയിലാണ്, ചെന്നായി മൃഗത്തിൻ്റെ കാറ്റഗറിക്കകത്താണ്, പാമ്പ് അതും ബീസ്റ്റിൻ്റെ കാറ്റഗറിക്കകത്താണ്. എന്താ കാര്യം? ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ സർപ്പന്റിനെ ബീസ്റ്റ് ഓഫ് ഫീൽഡ് ഓഫ് ദ ബീസ്റ്റ് എന്നാണ് വിളിച്ചത് അവിടെ. ഇനി പ്രാക്കൾ, അതും ആ കാറ്റഗറിക്കകത്ത് പെടുന്നതാണ്. ആകാശത്തിന് പറവയായിക്കോട്ടെ, ഭൂമിയിലെ മൃഗങ്ങൾ ഇഴജാതി ആയിക്കോട്ടെ, വെള്ളത്തിനകത്തുള്ള മത്സ്യങ്ങളാകട്ടെ, ഇതെല്ലാം ആക്ച്വലി ആനിമൽ കിങ്ഡമാണ്. അപ്പോൾ അവിടെ ഈ 4 സംഭവങ്ങൾ യേശു പറഞ്ഞത് മൊത്തം ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റോട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ യേശു അവിടെ പറഞ്ഞ കാര്യം, ദൈവമക്കളായ നമ്മുടെ അകത്ത് ആടിൻ്റെ ഒരു നെഫേസ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആടുകൾക്ക് ബുദ്ധിയുണ്ടോ? ആടുകൾക്ക് ഇവിടെ ബുദ്ധിയുള്ളത്. പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒറ്റ ഒരു ഓട്ടമാണ്. അപ്പോൾ അതിനു വേണ്ടി ഇടയൻ്റെ കയ്യിൽ കോലൊക്കെ ഉണ്ടെങ്കിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി 2 അടിയൊക്കെ കൊടുത്ത് നേരെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പാടുപെടുന്ന ഇടയനറിയാം എത്ര പാടാണെന്ന്. പ്രത്യേകിച്ച് പാസ്റ്റർമാർക്കറിയാം ആടുകൾ നയിക്കുന്ന എത്ര ടിപ്പിക്കൽ ഒരു സംഭവമാണ് എന്നാണ്. അപ്പോഴത് എല്ലാ തരത്തിലും നേച്ചർ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ യേശു പറയുക, നിങ്ങളെ ആടുകളെ പോലെ അയക്കുക. അപ്പോൾ ആടുകൾക്ക് അധികം ബുദ്ധിയൊന്നുമില്ല. പക്ഷേ ഇവരെ അയക്കുന്ന എവിടെ അറിയാമോ? ചെന്നായ്ക്കളുടെ ഇടയിലാണ്. നിങ്ങൾ ഈ ചെന്നായ്ക്കളെ കുറിച്ച് പഠിച്ചാൽ ഏറ്റവും അധികം ഐക്യതയുള്ള ഒരു കൂട്ടം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ചെന്നായ്ക്കളാണ്. അവർ വേട്ടയാടുന്ന അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രാറ്റജിയാണ്. സിംഹങ്ങൾക്ക് പോലും ഇല്ലാത്ത സ്ട്രാറ്റജിയാണുള്ളത് ഈ ചെന്നായി വേട്ടയാടുന്ന ആ സ്ട്രാറ്റജി. അവർ തമ്മിൽ ഭയങ്കര സഖ്യമാണ്, ഭയങ്കര ബന്ധമാണ്. അവരുടെ മൊബിലൈസേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യത്തെ വീക്ഷിക്കാനും മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇറയെ പിടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപാര സംഭവമാണ്. ഡിസ്കവറി ചാനൽ, നാഷണൽ ജിയോഗ്രഫി ഒക്കെ വൂൾഫ് കാലോണിയെ കുറിച്ച് ഉണ്ടാക്കിയ ഡോക്യുമെൻ്ററീസ് ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. മനുഷ്യനേക്കാളും പലപ്പോഴും ബുദ്ധി നമുക്ക് തോന്നിപ്പോകും ഈ ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യേശു പറയുക, ഞാൻ നിങ്ങളെ അവിടേക്കാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിനെ ക്രൂശിക്കുന്ന മുമ്പേ സൻഹെഡ്രിനകത്ത് യൂതന്മാരെല്ലാം ഇരുന്നിട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കി എങ്ങനെയാണ് ഇവനെ കൊല്ലേണ്ടത്. അപ്പോൾ നോക്കണേ, ഭയങ്കര ഐക്യതയാണ് ഇവർക്ക് തമ്മിൽ. അപ്പോൾ ആ ഐക്യത എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടാൻ വേണ്ടിയാണ്. അപ്പോൾ അവരുടെ ആ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടുക എന്നാണ്, ദൈവികമായ പദ്ധതികൾക്കെതിരെ നിൽക്കുക എന്നാണ്. അപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ യേശു ഭൂതത്തെ പുറത്താക്കിയപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു യേശു ഭൂതത്തെ പുറത്താക്കുന്ന ബെൽസബൂബിൽ കൂടെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് യേശു കർത്താവ് പറഞ്ഞത്, അവരുടെ രാജ്യത്തിനകത്ത് ഛിദ്രമുണ്ടായി കഴിഞ്ഞാൽ അതിന് നിൽക്കാൻ പാടാ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഐക്യതയാണെന്ന. സഭയ്ക്കകത്ത് പോലും കാണാൻ കഴിയാത്ത അസാധാരണ ഐക്യത എവിടെയുണ്ട്? ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിനകത്തുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പം മുസ്ലിംസ് സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ BJP പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാകും. പോലീസിന് പോലും പേടിയാ വിഷയം ഉണ്ടാകുമെന്ന്. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പല വില്ലേജുകളിൽ, പല പട്ടണങ്ങളിൽ പ്രശ്നമുണ്ടായപ്പോൾ, അറ്റാക്ക് ഉണ്ടായപ്പോഴത്തേക്ക് ആ അറ്റാക്ക് അനുഭവിക്കുന്ന ചർച്ച് ഭാരപ്പെടുകയാണ്. ആ ഫോൺ വിളിച്ച് വിശേഷം എന്തുകൊണ്ടൊക്കെ ചോദിക്കും. പക്ഷേ ഐക്യത അങ്ങോട്ട് കാണുന്നില്ല. അപ്പം നമ്മുടെ ഇടയിൽ ആക്ച്വലി ഐക്യത ഇല്ലാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആടിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ആടിൻ്റെ ഇൻസ്റ്റിങ്, ചെന്നായി കിടന്ന് വന്നു കഴിഞ്ഞാൽ ഓട്ടം എല്ലാവരും കൂടെ. അപ്പോൾ അതുപോലെ ഒരു ആടിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ യേശു പറയുക, നിങ്ങൾ ആടുകളെ പോലെ ഐക്യ, പക്ഷെ നിങ്ങൾക്ക് വേണ്ട അടുത്തൊരു വേറൊരു ലെവലിലെ ഇൻസ്റ്റിങ്ക്റ്റ് വേണം കേട്ടോ. അതെന്താ അറിയാമോ? സർപ്പങ്ങളെ പോലെയുള്ള ബുദ്ധി നിങ്ങൾക്ക് വേണമെന്ന് യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മൈൻഡ് സോണിൻ്റെ അകത്ത് ബ്രിഡ്ജസ് ഉണ്ട്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്.
നമുക്കില്ലാത്തതായിരിക്കുന്ന സംഭവത്തെ നമുക്ക് മറ്റൊരു ഡയമെൻഷനകത്ത് ബ്രിഡ്ജ് ഉണ്ടാക്കി നമുക്കത് പ്രാപിക്കാൻ കഴിയും. അപ്പോൾ യേശു ഇവിടെ പറഞ്ഞ ഈ സംഭവങ്ങൾ ആക്ച്വലി റിയൽ ആടല്ല കേട്ടോ. യേശു അയച്ചത് റിയൽ ആടിനെയാണോ? അല്ല. യേശു അയച്ച ശിഷ്യന്മാരെയാണ്. പക്ഷേ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്? ആടിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ യേശു അയച്ചത് ചെന്നായ്ക്കളിടയിലാണോ? അല്ല. ചെന്നായ്ക്കളെ പോലെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആട് അവിടെ റിയൽ അല്ല, ആലങ്കാരികമാണെങ്കിലേ, അവിടുത്തെ ചെന്നായി റിയൽ അല്ല, ആലങ്കാരികമാണെങ്കിൽ അടുത്ത സർപ്പങ്ങൾ പറഞ്ഞത് ആലങ്കാരികം തന്നെയാകണം, പ്രാക്കളും ആലങ്കാരികം തന്നെയാകണം. അപ്പൊ ഇതെന്താ? ഇതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ചെറുടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ദൂതന്മാരുടെ നിങ്ങൾ കോളനിക്കകത്ത് കയറിയാൽ, ദൂതന്മാരുടെ ഇടയിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലെ കാറ്റഗറീസ് ഓഫ് ഏഞ്ചൽസിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മളെ ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ്. പക്ഷേ ഈ ഭൂമിയിലെ മൃഗങ്ങളുടെ സാദൃശ്യവും സ്വരൂപവും ഏഞ്ചലിക് കോളനിക്കകത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഏഞ്ചൽസിനുള്ള ആ ലുക്കാണ്, ആ രീതിയാണ് ദൈവം കൊടുത്തേക്കുന്നത് ഈ ഭൂമിയിലെ മൃഗങ്ങൾക്ക്. നിങ്ങൾ എസെക്കിയേലിനകത്തുള്ള കെറൂബുകളെ പഠിക്കുമ്പോൾ കാളയുടെ മുഖം, കഴുകന്റെ മുഖം, മനുഷ്യന്റെ മുഖം, സിംഹത്തിന്റെ മുഖം. അപ്പൊ അതിൻ്റെ കാലുകളെ കുറിച്ച് വർണ്ണിച്ചത് കാളയുടെ കാല് പോലെയാണ്. അപ്പം മൃഗത്തിന്റെ ഒരു രീതി അനുസരിച്ചാണ്. യെശയ്യാവ് 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സാറാഫുകളെ കാണുന്നത് അതിൻ്റെ അർത്ഥം തന്നെ സർപ്പം എന്നാണ്. അപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന സർപ്പം എന്നാണ് സാറാഫിന്റെ അർത്ഥമാകുന്നത്. ഫയറി സർപ്പന്റ് എന്നാണ്. അപ്പൊ സാറാഫുകളുടെ അനാറ്റോമി സർപ്പത്തെ പോലെയാണ്. അപ്പൊ കെറൂബുകൾ ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറീസ് ഉണ്ട്. അവർക്ക് പ്രത്യേക തരത്തിൽ ലുക്കുണ്ട്. ഇപ്പൊ ചിറക്, നമ്മുടെ മനസ്സിലല്ലേ ചിറക്, ദൂതന്മാർക്ക് ചിറകുണ്ട്. നമ്മൾ ചിന്തിക്കും ആ ചിറക് ആക്ച്വലി പറവകൾ എന്ന ആ സമൂഹത്തെ കാണിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ആക്ച്വലി ആത്മമണ്ഡലത്തിന്റെ അകത്തുള്ള ജീവികളാണ്. അപ്പോൾ ഈ ജീവികളുമായിട്ട് എനിക്ക് നെഫേഷിൽ ബന്ധപ്പെടാൻ വേണ്ടി കഴിയും. എന്താ, നെഫേഷ് അതിനു വേണ്ടി ഓപ്പൺ ആണ്. എന്നാൽ ആത്മമണ്ഡലത്തോട് ബന്ധപ്പെട്ട മൃഗങ്ങളുമുണ്ട്. അതിൽ പെടുന്നതാണ് പ്രാക്കൾ. യേശുവിനെ യോർദാനിൽ യേശു കഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വായിക്കുകയാണ്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ, പ്രാവ് എന്ന പോലെ അവൻ്റെ മുകളിൽ ഇറങ്ങി എന്നാണ്. അപ്പോൾ പ്രാവിൻ്റെ ആ ഒരു സദൃശ്യം അല്ലെങ്കിൽ ആ കമ്പാരിസൺ ചെയ്തത് പരിശുദ്ധാത്മാവുമായിട്ടാണ്. അപ്പോൾ പ്രാക്കൾ എന്ന് പറയുമ്പോൾ അതൊരു ഹെവൻലി ക്രീച്ചറാണ്. അപ്പം ദൂതന്മാരുടെ ഇടയിൽ കോളനീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഇടയിൽ സ്റ്റെപ്പുകളുണ്ട്. വേർഷൻ 1, 2-ാമത്തെ ഗ്രേഡ്, 3-ാമത്തെ ഗ്രേഡ്, 4-ാമത്തെ ഗ്രേഡ്, അങ്ങനെ ഹയർ ലെവലിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇത് എല്ലാ ലെവലിലും അവർക്ക് സിംഹാസനങ്ങളുണ്ട്. ലോവർ ലെവലിലെ സിംഹാസനങ്ങൾ, മുകളിൽ സിംഹാസനങ്ങൾ, അങ്ങനെ ഏറ്റവും മുകളിൽ കയറുന്ന ദൈവത്തിൻ്റെ സർക്കിളിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന 4 ജീവികളുണ്ട്. 24-30 സിംഹാസനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏഞ്ചലിക് ബീങ്സിൻ്റെ വലിയൊരു നിരകളാണ്. അപ്പോൾ അങ്ങനെ ലോവർ റലത്തിനകത്ത് വസിക്കുന്ന മനുഷ്യനെ നെഫേഷ് സംബന്ധമായി സഹായിക്കാൻ വേണ്ടി കർത്താവ് നിയോഗിച്ചിരിക്കുന്ന ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ദൂതഗണങ്ങളുണ്ട്. അത് സ്പിരിച്വൽ ജീവികൾ അവർ. അപ്പോൾ ഈ സ്പിരിച്വൽ ജീവികളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നെഫേഷിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായി മറ്റേ റലത്തിലോട്ട് കയറിപ്പോവുകയാണ്. അപ്പോൾ എനിക്കില്ലാത്തതായിരിക്കുന്ന ഒരു പൊട്ടൻഷ്യാലിറ്റിയെ, ഒരു കപ്പാസിറ്റിയെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? എനിക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കി പ്രാപിക്കാൻ പറ്റും. യേശു പറയുകയാണ്, നിങ്ങൾക്ക് സർപ്പങ്ങളെ പോലെ നിങ്ങൾക്ക് ബുദ്ധി വേണമെന്ന് പറയുക. അപ്പോൾ അത് ഒരു ആത്മജീവിയാണ്. അപ്പം നെഫേഷിൻ്റെ അകത്ത് വെളിപ്പെടുന്ന ആത്മജീവിയാണ്. അപ്പം നെഫേഷിൻ്റെ മണ്ഡലത്തിനകത്താണ് ഈ സംഭവം എല്ലാം വെളിപ്പെടുന്നത്. പാമ്പ്, തേള്, സിംഹം, ഇതെല്ലാം കരടി, ഇതെല്ലാം വെളിപ്പെടുന്നത് എവിടെയാണ്? നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കണ്ണിങ് ബുദ്ധി വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ക്ലെവർ ബുദ്ധിയാണ്. അപ്പൊ ഈ ക്ലെവർ ബുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ പാടില്ല.
അതുകൊണ്ട് പറഞ്ഞ പ്രാക്കളെ പോലെ നിഷ്കളങ്കത. പ്രാക്കൾ എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ, ആത്മാവിനോട് ബന്ധപ്പെട്ട സ്പിരിച്വൽ ക്രീച്ചേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് നിഷ്കളങ്കതയിൽ തന്നെ തുടരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള കണ്ണിങ് ബുദ്ധി നിങ്ങൾ വെളിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ നെഫേഷിന്റെ സർക്കിളിൽ മാത്രമാണ്. അതാണ് യേശു പറഞ്ഞതിന്റെ സാരം, അത് തന്നെയാണ്, അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അല്പം കണ്ണിങ് ബുദ്ധി വേണം. സർപ്പത്തിന്റെ ബുദ്ധി കണ്ണിങ് തന്നെയാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ ചൊവ്വെ ജീവിച്ചു പോകണമെങ്കിൽ വക്രനോട് വക്രത എന്ന രീതിയിൽ തന്നെ നമ്മൾ പെരുമാറിയെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. എബ്രഹാം കള്ളം പറഞ്ഞില്ലേ, സാറ എൻ്റെ പെങ്ങളാണെന്ന്. നമ്മളൊരു പാപമാണെന്ന്. പാപമൊന്നുമല്ല, അത് ബുദ്ധിയായിട്ടാണ് ഉപയോഗിച്ചത്. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നെഫേഷിന്റെ. ദാവീദ് ശൗലിനെ പേടിച്ച് മറ്റൊരു പട്ടണത്തിൽ പോയപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുക രാജാവിൻ്റെ, ഇവൻ ആ പുള്ളിയാ. ഏത് പുള്ളി? പാട്ടുണ്ടല്ലോ, ഏത് പാട്ട്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ പാട്ട് അവിടെ ഭയങ്കര ശ്രുതിയായപ്പോഴത്തേക്ക് ദാവീദ് ഓർത്തോടാ, എൻ്റെ കാര്യം പോക്കാ, ഇവിടെ ഞാൻ രക്ഷപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ഓടി വന്നിടത്ത് മലയാളത്തിൽ നമുക്ക് ചൊല്ലുണ്ടല്ലോ, എന്തോ തീയെ പേടിച്ച് പന്തലത്തിൽ പോയപ്പോൾ, അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്. ഞാനത് മറന്നുപോയത്. നല്ല കിടിലൻ ചൊല്ലാണ്. ഇങ്ങനെ മലയാളത്തിൻ്റെ ആ ഒരു ചൊല്ല് ഓർമ്മയിൽ ഇരിക്കാത്ത കൊണ്ടല്ല കുഴപ്പമാണ്. നിങ്ങളതും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇപ്പൊ പടയെ പേടിച്ച് പന്തലത്തിൽ പോയപ്പോഴത്തേക്ക് പന്തം കളിച്ച് കിടക്കുന്ന പട അത് അവിടെ നിൽക്കുകയാണ് എന്നുള്ള ഒരു ആശയം. അപ്പോൾ ദാവീദ് ഭയങ്കര ഞെട്ടി. അവിടെ താൻ ഉപയോഗിച്ച ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റ് സർപ്പത്തിന് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എന്താ അറിയാമോ? താൻ പെട്ടെന്ന് പ്രാന്തനാണെന്നുള്ള അഭിനയം കാണിച്ചപ്പോഴത്തേക്ക് അത് പാവമാണോ? താൻ എന്തല്ല താൻ അത് അവിടെ നടിച്ചു കാണിച്ചു. അപ്പൊ താൻ എന്തല്ല എന്ന് താൻ നടിച്ചു കാണിച്ചത് പാവമാണോ? നമ്മൾ മൊത്തത്തിൽ ആണെങ്കിൽ നമ്മൾ പറയും പാവമാണെന്ന് പറയും. പക്ഷെ പാവമല്ല, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. രക്ഷിച്ചെടുത്തു തന്നെ. അപ്പോൾ അതെല്ലാം മൈൻഡിന്റെ സോണിനകത്ത് വെളിപ്പെടുന്ന പ്രൈമറി ലെവലിന്റെ നെഫേഷിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്യണം. ബിസിനസ് ചെയ്യുന്ന എല്ലാ വ്യക്തിക്കും ഇൻസ്റ്റിങ്ക്റ്റ് വേണം. എങ്കിൽ മാത്രമേ അവർക്ക് ഉറക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ തൂത്തുവാരി ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ദൂരക്കളയും. അതുകൊണ്ട് ഉപരിതലത്തിൽ നമുക്ക് ഈ സ്വഭാവം, ഈ ചിന്ത, ഈ ബുദ്ധി, ഈ വിവേകം നമുക്ക് വേണം. എങ്കിലും നമ്മുടെ ആത്മാവ് നിഷ്കളങ്കതയിൽ ഇരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥമാകുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ നെഫേഷ് ലെവലിനകത്ത് ആക്ച്വലി ഒരുപാട് പോരുകളുണ്ട്. ഇപ്പൊ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നല്ല പോര് പൊരുതി എന്ന് പറഞ്ഞു. ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. എവിടെയാ താൻ ഫൈറ്റ് ചെയ്തത്? താൻ ഫൈറ്റ് ചെയ്തത് എവിടെയാ? താൻ ഫൈറ്റ് ചെയ്തത് തന്റെ നെഫേഷിന്റെ തലത്തിലാണ്. നെഫേഷ് എന്ന് പറയുമ്പോൾ ദേഹമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നെഫേഷ് ദേഹമല്ല. നെഫേഷ് ദേഹത്തിൽ കൂടെ എക്സ്പ്രസ് ആകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിനെയാണ് മലയാളത്തിൽ ജഡം എന്ന് പറഞ്ഞത്. ജഡം എന്ന് പറയുമ്പോൾ, ഫ്ലഷ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മാംസം എന്നും അർത്ഥമുണ്ട്. പക്ഷേ മാംസം എന്ന അർത്ഥത്തെക്കാളും കൂടുതൽ മൾട്ടിപ്പിൾ ടൈംസിൽ ജഡം എന്നർത്ഥമാകുന്നത് ശരീരത്തിൽ കൂടെ വെളിപ്പെടുന്ന ഒരു പ്രകൃതിയാണ്, ഒരു സോഫ്റ്റ്വെയറിനെയാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നെഫേഷ് എന്ന് പറയുമ്പോൾ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, നമ്മുടെ ബോഡിയിൽ കൂടെ എക്സ്പ്രസ് ആകുന്ന. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സംഗതി ദേഷ്യം വരുന്നു എങ്കിൽ ദാറ്റ്സ് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദുഃഖം വരുന്നുവെങ്കിൽ അത് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നിങ്ങൾക്കൊരു ബിറ്റർനെസ് വരുന്നുവെങ്കിൽ ദാറ്റ്സ് സ്കോർപ്പിയൻ സ്പിരിറ്റ് ആണ് നെഫേഷിനകത്ത്. കാരണം സ്കോർപ്പിയൻ ഈ എന്തോ പറയുന്ന തേളുകൾ ആക്ച്വലി വേദന തരുന്ന ഒരു ജീവിയാണല്ലോ. കൊത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. മരിക്കത്തില്ല, പക്ഷെ ഭയങ്കര വേദനയായിരിക്കും. പാമ്പ് വിഷം തരുന്ന ഒരു സംഭവം. അപ്പം പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ വേണ്ടിയുള്ള അധികാരം കർത്താവ് നൽകിയിരിക്കും. എവിടെ? നമ്മുടെ മനസ്സിനകത്ത് വെളിപ്പെടുന്ന ഓപ്പൺ ആക്കുന്ന ഡയമെൻഷൻസ് ഉണ്ട്. അപ്പം നെഗറ്റീവ് സോണിനകത്ത് ഇരിക്കുന്ന ഈ സ്പിരിച്വൽ ക്രീച്ചേഴ്സ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് എൻ്റെ നെഫേഷിനോട്ട് ഇറങ്ങി വരും. അത് ഞാൻ പറഞ്ഞായിരുന്നു, മനസ്സിനകത്ത് ആക്സസ് ഉണ്ട് ഇതിനെല്ലാത്തിനും. അപ്പോൾ ഇത് വെളിപ്പെട്ട് നമ്മളെ ഡൗൺ ചെയ്യാൻ വേണ്ടി, നമ്മളെ താഴെ ആക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. സോ വി നീഡ് ടു ഫൈറ്റ്. നമുക്ക് ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.
പൗലോസിന്റെ ഒരു ഉദാഹരണം 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു എനിക്ക്. 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ഫസ്റ്റ് കൊരിന്ത്യൻസ് ആ വാക്യം വേണമെങ്കിൽ എടുത്തോ കേട്ടോ. ആ വാക്യം നിങ്ങൾ പക്ഷേ ഒത്തിരി പേര് വായിക്കാൻ സാധ്യത കുറവാണ്. ആ വാക്യം പൗലോസിന്റെ ഒരു ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞൊരു ഭാഗമാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 15-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യമാണ്. ആ വാക്യം എടുത്ത് 32-ാമത്തെ വാക്യം. ഓക്കെ, എല്ലാവരും കൂടെ അത് ഓപ്പൺ ആക്കിക്കേ. അവിടെ പൗലോസ് ഒരു മൃഗയുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ എഫെസസിലായിരുന്നപ്പോൾ മൃഗയുദ്ധം ചെയ്തു എന്ന് പറയുക. മൃഗയുദ്ധം ഇതെന്താണെന്ന്, ഇതിനെക്കുറിച്ച് ഒരു റൈറ്റ് ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ ഒരുപക്ഷെ അന്വേഷിക്കാൻ ശ്രമിച്ച് കാണുമായിരിക്കും. എന്നാൽ എൻ്റെ മനസ്സിനകത്ത് കത്തിയ ഒരു വെളിച്ചമാണ് ഞാൻ ഇന്ന് കൈമാറാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ട ഇതിന് ഞാൻ മാറ്റുകയല്ല, അത് തെറ്റാണെന്ന് പറയുകയല്ല, അതിൻ്റെ അധികാരം എനിക്കില്ല. കാരണം ഓരോ വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടിന് വാല്യൂ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രഷ്യസ് പേൾസ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അകത്ത് വെളിപ്പെട്ട ആ തീം ഞാൻ അങ്ങോട്ട് കൈമാറുകയാണ്. പൗലോസ് ആക്ച്വലി ഇവിടെ മൃഗയുദ്ധം എന്ന് പറഞ്ഞത് എഫെസസിനെ സ്റ്റേഡിയത്തിനകത്ത് താൻ കരടിയോടോ സിംഹത്തോടോ യുദ്ധം ചെയ്തു എന്നല്ല. അങ്ങനെ തെളിവേ ഇല്ല ചരിത്രത്തിൽ, അങ്ങനെ തെളിവില്ല. അപ്പോൾ അങ്ങനെ ഒരു മൃഗയുദ്ധമല്ല ചെയ്തത്. പിന്നെ ഇത് ഏത് മൃഗമാണ്? നെഫേസിന്റെ സർക്കിളിനകത്ത് വെളിപ്പെടുന്ന നെഗറ്റീവ് സ്പിരിറ്റ് ആണത്. ഈ നെഗറ്റീവ് സ്പിരിറ്റ് വന്നിട്ട് പൗലോസിനെ കീഴ്പ്പെടുത്താൻ നോക്കിയ, പലപ്പോഴും മുമ്പിൽ നിൽക്കുന്ന എതിരാളി സമൂഹത്തിൻ്റെ അകത്ത് നെഫേസിന്റെ റലത്തിനകത്ത് നെഗറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് വെളിപ്പെടുത്തിയിട്ട് പൗലോസിനെ എതിരെ സംസാരിപ്പാനും പോരാടാനും വേണ്ടി വന്നപ്പോഴത്തേക്ക് പൗലോസ് ആത്മാവിൽ തിരിച്ചറിഞ്ഞു ഇത് മൃഗയുദ്ധമാണെന്ന്. നെഫേസ് തമ്മിൽ ചെയ്യുന്ന പോരാട്ടമാണെന്ന് തനിക്ക് ബോധം വരികയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് താൻ ആ പോരാട്ടം പോരാടി എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നമ്മുടെ പോരാട്ടം ജഡരക്തത്തോടല്ല എന്നാ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ബോഡി അല്ലെങ്കിൽ കറിയാച്ചൻ, തോമാച്ചാൻ, സൂസമാമ ഇവരോടല്ല നമ്മുടെ പോരാട്ടം. നമ്മുടെ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരണത്തിലുള്ള ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനോടാണ്. ഇതിനെയാണ് പിശാച് ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിനോടാണ് പോരാട്ടം ഉണ്ടാകുന്നത്. ഈ പോരാട്ടത്തിൽ നമ്മൾ ശക്തമായി നിന്ന് പോരാടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജഡത്തെ കർത്താവിന് അനുസരണത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ബാലനെ നടത്തേണ്ട വഴിയിൽ അഭ്യസിപ്പിച്ചാൽ ജഡമാണതേ. അപ്പൊ അതിനെ അഭ്യസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഡിസൈപ്പിൾഷിപ്പ് നടക്കുന്നത് സ്പിരിറ്റ് മണ്ഡലത്തിനല്ല, നമ്മുടെ നെഫേസിന്റെ മണ്ഡലത്തിലാണ്. അതിനെ കടിഞ്ഞാലിട്ട് നിയന്ത്രിക്കുന്ന മണ്ഡലമാണ്. ഓക്കെ, അപ്പോൾ പൗലോസ് ഫൈറ്റ് ചെയ്തു. ഈ ഫൈറ്റ് ചെയ്യുന്ന ആ ഭാഗത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ ആത്മഭാരത്തെ താൻ വെളിപ്പെടുത്തുകയാണ്. ശുശ്രൂഷയോട് ബന്ധപ്പെട്ടുണ്ടായ ഫൈറ്റാണ്. എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, സ്കോർപ്പിയൻ സ്പിരിറ്റ്, സർപ്പന്റ് സ്പിരിറ്റ്, പൈത്തൺ സ്പിരിറ്റ്, ഈ സങ്കീർത്തനം 91 പൈത്തൺ സ്പിരിറ്റ്, ലയൺ സ്പിരിറ്റ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സ്പിരിറ്റ് ഇൻസ്റ്റിങ്ക്റ്റുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ വേട്ടയാടും, ഇത് നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുന്നവളെ. അപ്പൊ എൻ്റെ ലൈഫിൽ ഈ ഇൻസ്റ്റിങ്ക്റ്റ് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. ദ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് പെയിൻ, എന്നെ തന്നെ മുറിക്കുന്ന, എന്നെ തന്നെ തകർക്കുന്ന, എന്നെ തന്നെ ഡൗൺ ചെയ്യുന്ന, എന്നെ തന്നെ മുടിക്കാൻ വേണ്ടിയുള്ള ചിന്ത, ഒന്നും കൊള്ളാത്ത ഒരു സ്ഥിതി, ആർക്കും പ്രയോജനമില്ലാത്ത ഒരു സ്ഥിതി. ഈ ഡൈലമിൽ കൂടെ ദൈവദാസന്മാർ കടന്നു പോകാറുണ്ട്, ദൈവമക്കൾ കടന്നു പോകാറുണ്ട്. ഡിപ്രഷന്റെ വേട്ടയാടിയിട്ടുണ്ട്, ഡിപ്രഷന്റെ അടിമയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ ഡിപ്രഷൻ എന്താണെന്ന് പലരുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാകാത്ത കൊണ്ട് അത്രയും സാരമായി അത് ഞാൻ ഗണിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയാസങ്ങൾ വർദ്ധിച്ചപ്പോൾ, ഒറ്റപ്പെടുത്തൽ വർദ്ധിച്ചപ്പോൾ, നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന സമൂഹം തന്നെ നമ്മളെ കൈവിട്ടിട്ട് നമുക്കെതിരെ പാറ പണിയാൻ തുടങ്ങിയപ്പോൾ, നമ്മുടെ കുടുംബത്തെ പോലും വിടാതെ, കുടുംബത്തെ പോലും പിച്ച് ചിന്താൻ വേണ്ടിയുള്ള ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് വെളിപ്പെട്ട് വന്നപ്പോൾ, ആ സമയത്ത് എനിക്ക് സംഭവം അറിയില്ല. എനിക്ക് സംഭവം ഞാൻ കാണുന്ന ആരറിയോ, എൻ്റെ സഹോദരന്മാർ എനിക്കെതിരെയായിരുന്നു ഞാൻ കാണുകയാണ്.
അപ്പൊ അതുകൊണ്ട് വല്ലാത്ത ഡിപ്രഷനിൽ പോയി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് അസാധാരണ വേദനയാണ്, തകർന്ന വേദനയാണ്. കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കും. രാത്രി ഉറക്കം വരത്തില്ല. ഉറങ്ങാതെ BP കയറി ഞാൻ കൂടിപ്പോകും. ഭയങ്കര അസ്വസ്ഥതയാണ്, മനസ്സിനോട് സ്വസ്ഥതയില്ലായ്മ. ഇതെല്ലാം ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൽ പറ്റുന്ന നമുക്കുണ്ടായ ഫൈറ്റാണ്. വിലാസന്മാരെ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് യാദൃശികമല്ല, നിങ്ങളുടെ തലയ്ക്ക് വന്ന കുഴപ്പമല്ല കേട്ടോ. പലരും പറയും അവനെ തലയ്ക്ക് സുഖമില്ലാണ്. അതല്ല, അത് നെഫേഷിന്റെ റലത്തിനകത്ത് വെളിപ്പെട്ട വാർ സോണാണ്, ഫൈറ്റാണത്. അത് തിരിച്ചറിയണം, അത് ഫൈറ്റാണത്. അപ്പൊ എനിക്ക് ഈ സ്കോർപ്പിയന്റെ വേദന തരുന്ന സ്പിരിറ്റ് എൻ്റെ നെഫേഷിനകത്ത് വെളിപ്പെടുകയാണ്. അതിന് നെഫേഷിനകത്താണ് കേട്ടോ, എൻ്റെ സ്പിരിറ്റിലില്ല. കാരണം ഇത് വെളിപ്പെട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. കാരണം ഭയങ്കരമായ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകുകയാണ്. I have gone through that. ഞാൻ അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ യേശു പോയിട്ടുണ്ടല്ലോ ഗത്സമനെ വച്ചിട്ട്. അത്യന്ത വ്യാകുലതയിൽ, അത്യന്ത ഡിപ്രഷനിനകത്ത് യേശു ഭൂമിയിൽ മുഖം കുത്തി കമണ് വീണു എന്ന വാക്യം പറഞ്ഞത്. സോ ഹി ഹാസ് ഗോൺ ടു ദാറ്റ്. ഡിപ്രഷൻ കൂടി അവന്റെ രക്തം വേർപ്പ് തുള്ളിയായി ഭൂമിയിൽ വീണു എന്നാ പറഞ്ഞത്. ആ ഒരു സ്ഥിതിയിൽ കൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഫൈറ്റാണ്. അപ്പോൾ ഈ ഫൈറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്ന മേഖല ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. When you fight, you have a hope of victory. But when you give up, you lost all the hope. നിങ്ങളുടെ സകല ഹോപ്പുകൾ അറ്റുപോയി. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയ ദേവദാസന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അമ്മമാരെ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ അന്തരത്തിനകത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഒരു മേഖല ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആണ്ടിലോ അല്ലെങ്കിൽ മാസത്തിലോ രാത്രി കിടക്കുമ്പോൾ നിങ്ങളെ ഉറക്കാതെ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, വേട്ടയാടുന്ന ഡിപ്രഷൻ, തകർച്ച, ബിറ്റർനെസ്, ഭയം എന്ന സംഭവം ഉണ്ടെങ്കിൽ ഇത് നെഫേഷിനകത്ത് വെളിപ്പെടുന്ന ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. യേശുവിന്റെ നാമത്തിൽ അതിനോട് നമ്മൾ നിന്ന് പോരാടിയെങ്കിൽ മാത്രമേ, മൃഗയുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിന്റെ മീനെ ഒരു അതോറിറ്റി പ്രാപിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂ. എൻ്റെ ലൈഫിൽ എന്നെ അടക്കി 1.5 വർഷം വരെ ഈ സ്പിരിറ്റ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു നെഫേഷിന്റെ റലത്തിനകത്ത്. ഇത് ഞാൻ ഓവർകം ചെയ്ത് എങ്ങനെ അറിയാമോ? ഇതിനെ ഓവർകം ചെയ്തത് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വർഗത്തിൽ റാപ്പകൾ ദൈവത്തിന് മുൻപാകെ നമ്മുടെ സഹോദരന്മാരെ കുറ്റം പറയുന്ന സാത്താൻ മഹാസർപ്പം വീണു എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് അടുത്ത ഭാഗം ഇങ്ങനെ പറയുക, അവരോ, ആരാവര്? സഹോദരന്മാർ. ഏത് സഹോദരന്മാർ? സർപ്പം കുറ്റം ചുമത്തിയ സഹോദരന്മാർ. അവരോ അവനെ കുഞ്ഞാടിന്റെ രക്തവും അവരുടെ സാക്ഷ്യ വചനം നിമിത്തം ജയിച്ചു എന്നാ പറഞ്ഞത്. സോ യു ക്യാൻ ഹാവ് ദ വിക്ടറി. മഹാസർപ്പം നെഫേഷൻ ഇൻസ്റ്റിങ്ക്റ്റ് അതെ, ഇതൊന്നും നിങ്ങളുടെ നെഷ്മയിലോ നിങ്ങളുടെ സ്പിരിറ്റിനെ തൊടത്തില്ല. ദേ ഡോണ്ട് ഹാവ് ദ അതോറിറ്റി. അവരുടെ അതോറിറ്റി നിങ്ങളുടെ ഈ നെഫേസ് സർക്കിൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹൗ യു ക്യാൻ റിഡീം യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് എങ്ങനെ മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും? 2 സംഭവങ്ങളാണ് വചനം നിങ്ങൾക്ക് കൈമാറാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലഡ് ഓഫ് ലാംബ്, കുഞ്ഞാടിന്റെ രക്തം. എന്താ കാരണം അറിയാമോ? അതിന് കാരണം പറയാം. ഇത് സംസാരിക്കുന്ന രക്തമാണിത്. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി. അപ്പോൾ ഹാബേലിന്റെ രക്തം കെയിന് വേണ്ടി ഫേവറായിട്ടാണ് സംസാരിച്ചേ. കർത്താവേ, കെയിനെ കൊല്ലരുത്. ആ ഹാബേലിന്റെ രക്തത്തിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് കർത്താവ് കെയിനെ വെറുതെ വിട്ടത്. അല്ലാതെ കെയിന്റെ ഗുണം കൊണ്ടല്ല കേട്ടോ. കാരണം യേശുവിന്റെ ബ്ലഡ് കെയിന്റെ രക്തത്തെക്കാളും ബെറ്റർ സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ കെയിൻ ഗുഡ് സംസാരിച്ചു, ഹാബേൽ ഗുഡ് സംസാരിച്ചു എന്നാണ്, നല്ലത് സംസാരിച്ചു എന്നാണ് കെയിന് വേണ്ടി. എന്നാൽ യേശുവിന്റെ ബ്ലഡ് ഗുഡിനേക്കാളും സൂപ്പർലേറ്റീവ് ഡിഗ്രി ബെറ്റർ സംസാരിച്ചു എന്നാണ്. അപ്പോൾ യേശുവിന്റെ ബ്ലഡ് എന്നെ കുറിച്ച് ബെറ്റർ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ, നെഫേഷിന്റെ മണ്ഡലത്തിനകത്ത് പിശാച് നിങ്ങളെ കുറിച്ച് പറയുന്ന കുറ്റത്തിന്റെ ഈക്കോ അടിക്കും. ലോകം നിങ്ങളെ ഭയക്കുന്നു, ഈ ശബ്ദം നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾക്കെതിരായി, അത് നിങ്ങൾ കേൾക്കും.
നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, അത് നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, അത് നിങ്ങൾ കേൾക്കും. കൊച്ചിലെ നിങ്ങളുടെ അമ്മ അപ്പൻ പറഞ്ഞ വാക്ക്, ഭൂമിക്ക് ഭാരമായി ജനിച്ചാണ് ഇവൻ, അത് നിങ്ങൾ വീണ്ടും കേൾക്കും. നിങ്ങളെ കൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങൾക്ക് പ്രാർത്ഥനയില്ല, നിങ്ങൾക്ക് ഉപവാസമില്ല, നിങ്ങൾക്ക് വചനമറിവില്ല, ക്വാളിഫിക്കേഷൻ ഇല്ല, പാപം ചെയ്ത് ജീവിക്കുന്ന ആളാണ് നിങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ നെഫേഷൻ റലത്തിനകത്ത് ഈ സംഗതി ഇക്കോ അടിക്കും, ആ ശബ്ദം. കാരണം അവൻ കുറ്റം ആരോപിക്കുകയാണ്. എവിടെ? സ്വർഗീയ മണ്ഡലത്തിൽ. അത് എവിടെയാണ്? അത് നിങ്ങളുടെ മനസ്സും കൂടെയാണത്. അവൻ നിങ്ങളുടെ മനസ്സിൽ വലിപ്പെട്ടിരിക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ വിവേകത്തിൽ, നിങ്ങളുടെ കോൺഷ്യൻസിനകത്ത് പ്രിക്കിംഗ് സെൻസേഷൻ ഉണ്ടാകും. അപ്പൊ അതിന് ജയിക്കേണ്ടത് എങ്ങനെയാണ്? I am accepted. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ സ്വീകരിക്കപ്പെട്ടവനാണ്, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. ആര് പറയുന്നു? The blood of Christ പറയുകയാണ്. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതല്ല. നിങ്ങൾ ചേറിൽ കിടന്ന സ്ഥിതിയിൽ ദൈവം നിങ്ങളുടെ ഇറങ്ങി വന്ന് നിങ്ങളെ വിടിവിച്ച് പാറമകൾ നിർത്തി നിങ്ങളുടെ വായിൽ പുതിയ പാട്ട് തന്ന് നിങ്ങളെ വീണ്ടെടുത്തതാണ്. നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ ഏറ്റവും വലിയ ഉന്നതമായ വിലയാണ് തന്നത്. യേശുവിന്റെ പുണ്യാക രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞുവെങ്കിൽ അതിന് അപ്പുറം മറ്റൊരു വില ഇല്ല എന്ന് ആ ബ്ലഡ് സംസാരിക്കുകയാണ്. ദൈവമക്കളെ, ദൈവദാസന്മാരെ, സഹോദരങ്ങളെ, അമ്മമാരെ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ വീണ്ടെടുത്ത വില അസാധാരണ വിലയാണ്. ആ വിലയുടെ ബോധം നിങ്ങളുടെ മനസ്സിനകത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നെഫേഷന്റെ സർക്കിളിന്റെ അകത്ത് വെളിപ്പെട്ട സകല സ്കോർപ്പിയൻ സ്പിരിറ്റിനെ, പൈത്തൺ സ്പിരിറ്റിനെ നിങ്ങൾക്ക് തോൽപ്പിച്ചുകൊണ്ട് യഹോവ നിസ്സിയുടെ കൊടി നാട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഏരിയ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കഴിയും. ഹല്ലേലൂയ. അതിന് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇത് പഠിപ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക വ്യക്തിയുടെ ലൈഫിനകത്ത് വെളിപ്പെട്ട ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിങ്ക്റ്റുകളെ പരിശുദ്ധാത്മാവ് ആ കോട്ടകളെ തകർക്കാൻ വേണ്ടി പോകുകയാണ്. തകർത്തുകൊണ്ട് ആ സകല കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട്, ആ സകല വ്യാപാരത്തെ തകർത്തുകൊണ്ട്, മുഖത്തെ പൊട്ടിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. അസാധാരണ ഒരു പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇന്നുണ്ടാകുകയാണ്. I release the power of kingdom over you. യേശുവിന്റെ നാമത്തിൽ ശക്തിയെ റിലീസ് ആക്കുകയാണ്. Praise God. Hallelujah. അപ്പോൾ യേശുവിന്റെ ബ്ലഡ് നല്ലത് സംസാരിക്കുകയാണ്, നിങ്ങളെ ചുംബിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. 24 hours നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അതപ്പോൾ പറഞ്ഞത്, നമ്മൾ വന്നേക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ ഇരയാക്കുന്ന മലയുടെ അടുത്തല്ല വന്നേക്കുന്നത്. നമ്മൾ വന്നത് സിയോൻ മലയിൽ, ദൈവത്തിന്റെ സിംഹാസനം ഉള്ളിടത്ത്, നമ്മുടെ മധ്യസ്ഥ യേശു ഉള്ളിടത്ത്, ആത്മാക്കൾ, വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളുടെ നടുവിൽ, ദൂതന്മാർ നടുവിൽ വന്നിരിക്കുകയാണ് നമ്മൾ. ഇത് നമ്മുടെ മെന്റൽ സോണാണ്. നമ്മുടെ മൈൻഡിന്റെ സോൺ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിനകത്ത് വെളിപ്പെടുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. ആ ആത്മമണ്ഡലത്തിനകത്ത് ആത്മാവിന്റെ മണ്ഡലം. നോക്കണേ, ഇവിടെ നെഫേഷന് സംഭവം മാറിയിട്ട് ആത്മാവിന്റെ മണ്ഡലമാണ് കേട്ടോ. ഈ ആത്മാവിന്റെ മണ്ഡലത്തിൽ റാഷണാലിറ്റി ഉണ്ട്, റീസൺ കപ്പാസിറ്റി ഉണ്ട്, സംസാരം, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ട്. മൃഗത്തിന് ആ ഡെവലപ്മെന്റ് ഇല്ല, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആത്മാവ് സംസാരിക്കുകയാണ്, ബ്ലഡ് സംസാരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുകയാണ്, നിങ്ങളുടെ അന്തരത്തിലോട്ട് ആ ശബ്ദം ഇറങ്ങിച്ചെല്ലുകയാണ്. എന്താണ്? വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ് നിങ്ങൾ, സ്നേഹിക്കപ്പെട്ട കൂട്ടമാണ് നിങ്ങൾ. ആർ ഉപേക്ഷിച്ചാലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ശബ്ദം നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് ശബ്ദം മുഴങ്ങുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ആളല്ല. അമ്മ എന്നെ മറന്നാലും ഒരു നാളും എന്നെ ഉപേക്ഷിക്കാത്ത കർത്താവ് എന്റെ കൂടെയുണ്ട്. എന്റെ പടം ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലയോ എനിക്ക് വിഷയമല്ല, പക്ഷെ എന്നെ അവൻ തന്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുകയാണ്. ഞാൻ അവന്റെയാണ്. ആ ബ്ലഡ് സംസാരിക്കുകയാണ്. ഹോ, എന്റെ മൈൻഡ് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ റിലീസ് ആകുകയാണ്. അടുത്തത് സാക്ഷ്യവചനം. എന്താണ്? അവന്റെ സാക്ഷ്യവചനമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിട്ട് നമ്മുടെ സാക്ഷ്യം പറയുകയാണ്. എന്താണ്? എടോ, നീ ദൈവത്തിന്റെ പൈതലാടാ, നീ ദൈവത്തിന്റെ മകനാടാ, നീ ദൈവത്തിന്റെ നല്ലവനാടാ, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഓ, നീ അവന്റെ രാജ്യത്തിലാണ്. നിനക്ക് വേണ്ടി ദൈവം തന്റെ ആത്മാവാണ് നൽകിയില്ലേ? അവൻ തനിക്കുള്ള ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് കൈമാറിയില്ലേ? അവൻ സാക്ഷ്യം പറയുകയാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ അവകാശിയാണ്, നീ ബെഗറല്ല, നീ ഭിക്ഷക്കാരനല്ലടാ, നീ വീട്ടിനകത്ത് വാഴണ്ടിയ എന്റെ മകനാ.
മരിച്ചവനാടാ. ഓ പിശാച് പറയുന്നു, ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങൾ വെറുതെയാണ്. എന്നാൽ നീ തുറന്ന് പറയണം, നിങ്ങളുടെ മനസ്സിനകത്ത് മുഴങ്ങിയ ശബ്ദം വിളിച്ച് പറയണം, സാത്താനെ നീ പറഞ്ഞില്ല ഞാൻ പാപിയാണെന്ന്. എടോ, ഞാൻ ഒരു പാപമല്ല ചെയ്ത്, ഞാൻ 1000 പാപം ചെയ്തിട്ടുണ്ട്. എങ്കിലും നീ പറയുന്ന ഇവിടെ ദൈവം സ്വീകരിക്കുകയില്ല. കാരണം ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എന്നെ സ്നേഹിച്ച് എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചവനാണ്. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി അവൻ മരിച്ചവനാണ്. എന്റെ ഒന്നും കണ്ടിട്ടല്ലടാ വന്നേ ഇവിടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് തലയും കുത്തി കിഴക്കാൻ ജാതി സാത്താൻ വീഴും. ആ വീഴ്ചയാണ് നമ്മുടെ ജയം. ഡിപ്രഷന്റെ ആത്മാവ്, ഭീതിയുടെ ആത്മാവ്, ബിറ്റർനെസ്സിന്റെ നെഫേഷന്റെ ഇൻസ്റ്റിങ്ക്റ്റുകളെ ഇന്ന് യേശുവിന്റെ പരിശുദ്ധ അഭിഷേകം പൊട്ടിക്കുകയാണ്. പൊട്ടട്ടെ, അഭിഷേകം മുഖത്തെ തകർക്കുകയാണ്. തകരട്ടെ. Come on, hallelujah. ദൈവമക്കൾ, ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാതെ. നിങ്ങളുടെ മൈൻഡിനകത്ത് ഇൻഫർമേഷൻ മാത്രമല്ല കയറേണ്ടത്. ഇന്ന് ആത്മാവിൽ ഒരു ശുശ്രൂഷ നടക്കണം. ആത്മമണ്ഡലത്തിനകത്ത് നിങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നെഫേഷിന്റെ റലത്തെ നിങ്ങൾ കീഴടക്കണം. Glory to God. ഇങ്ങനെ അങ്ങ് പോകുകയാണെങ്കിൽ ഒരുപാട് സമയം നീണ്ടുപോകും. സമയം അതിവേഗത്തിൽ ഓടുന്നതുകൊണ്ട് ഞാൻ മടങ്ങി വരികയാണ്. അങ്ങനെ നിങ്ങൾ ഷിഫ്റ്റ് സംഭവിച്ച് ആത്മാവിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെളിച്ചമുണ്ടാകുകയാണ്, നിങ്ങൾക്ക് ബോധമുണ്ടാകുകയാണ്, നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്. Your mind got evolution. So it's about the evolution about your mind. നിങ്ങളുടെ മനസ്സിന്റെ വികസനത്തെ കുറിച്ചാണ്. ഒരു ബലൂൺ വീർക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സ് വികസിക്കാൻ തുടങ്ങുകയാണ്. നെഫേഷിന്റെ മണ്ഡലത്തിൽ നിന്ന് ഷിഫ്റ്റ് സംഭവിച്ച് നിങ്ങൾ ആത്മാവിന്റെ മണ്ഡലത്തിലോട്ട് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ 2 മൈൻഡ് സെറ്റ് ഒന്നായി തുന്നിക്കെട്ടപ്പെടുകയാണ്. ഇന്റർട്വിൻഡ് ആയി പോലെ നെഫേഷൻ ഉള്ള മൈൻഡ്, സ്പിരിറ്റ് മൈൻഡ്, ഇത് രണ്ടും കൂടെ ഒന്നാകുകയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നായി കഴിഞ്ഞെങ്കിൽ മാത്രമേ വിക്ടറി ഉള്ളൂ. ഛിദ്രമുണ്ടെങ്കിൽ അകത്ത് പ്രശ്നമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നാകണം. അനുസരണത്തിൽ കൊണ്ടുവന്ന ശേഷം നെഫേഷന്റെ ഇൻസ്റ്റിങ്ക്റ്റും എൻ്റെ ആത്മാവിന്റെ അകത്തുള്ള സെൻസേഷൻ ഒന്നാകണം. ആ മൈൻഡ് ഒന്നാകണം. യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, ഇരുമനസ്സുള്ളവൻ. അപ്പൊ ഇരുമനസ്സുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അതാ പറഞ്ഞ് ഈ നെഫേഷും റൂഹ അത് ഈ ഡിവിഷൻ ആയി കഴിഞ്ഞാൽ അത് ഇരുമനസ്സാണ്. അപ്പോൾ ഇരുമനസ്സുള്ളവൻ അവൻ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലെന്നാണ് പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അകത്ത് ഛിദ്രമുണ്ടാകാൻ പാടില്ല. സ്പിരിറ്റ് മണ്ഡലത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് നെഫേഷുമായിട്ട് ഒരുമിച്ച് സഖ്യത്തിൽ പോകണം, ഒരുമിച്ച് ഒന്നാക്കിക്കൊണ്ട് പോകണം. അൺഡിവൈഡഡ് സൗണ്ട് മൈൻഡ് നമുക്കുണ്ടാകേണ്ട വളരെ ആവശ്യമാണ്. അതാണ് സ്പിരിറ്റ് റലത്തിന്റെ മണ്ഡലം, ആത്മമണ്ഡലം എന്ന് അതിനെ പറയും. ആത്മാവിൽ നടക്കുന്ന സംഭവം പറയും. പക്ഷെ ഇവിടെ നമ്മൾ അനേക ദിവസന്മാർ എത്തിയിട്ടുണ്ട്. വചനത്തിൻ്റെ പരിജ്ഞാനമുണ്ട് അവർക്ക്, എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷെ അത് കംപ്ലീറ്റ് പെർഫെക്റ്റ്നെസ് അല്ല. അതായിരുന്നില്ല നമ്മൾ നിർത്തിയത്. ഇറ്റ്സ് നോട്ട് യുവർ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ആത്മാവിൽ എത്തിയാലും അത് പൂർണ്ണതയല്ലേ? അല്ല, അതല്ല പൂർണ്ണത. ഇനിയുണ്ട് സംഭവം, ഇനിയും ബാക്കിയുണ്ട്. ഞാൻ യേശു കർത്താവ് പറഞ്ഞ ഉപമ പറയാൻ വേണ്ടി പോവുകയാണ്. യേശു നല്ല സമരത്തിനെ കുറിച്ചൊരു ഉപമ പറഞ്ഞില്ലേ? യേശു പറഞ്ഞു, ഒരു വ്യക്തി യെരിഹോയിലോട്ട് പോവുകയായിരുന്നു. ആ പുള്ളിയെ കള്ളന്മാർ ഇടിച്ച് ചതച്ച് റെഡിയാക്കി ഒരു കുഴിക്കകത്ത് കൊണ്ടിട്ടു. ഹിന്ദി മലിഖ അധമറ കർദിയ എന്ന് പറഞ്ഞ ഹാഫ് ഡെഡ്, ഞെരുക്ക മൂളൽ മാത്രമുള്ളൂ. ഇങ്ങനെ പതുക്കെ മൂളൽ മാത്രമുള്ളൂ. പുള്ളി അതുപോലെ അടിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പുരോഹിതൻ ആ വഴി കൂടെ പോയി. പുള്ളി മിനിസ്ട്രിക്ക് പോവുകയാണ്, കർത്താവിനെ ആരാധിക്കാനും സേവിക്കാനും പോവുകയാണ്. ദേവാലയത്തിൽ ശുശ്രൂഷക്കാരനാണ് പുള്ളിക്കാരൻ. പുള്ളി പോവുകയാണ്. ആ പുള്ളി ഇവിടെ നിൽക്കുന്ന അറിയാമോ? പ്രാകാരത്തിലല്ല, എവിടെയാണ്? ഹോളി പ്ലേസിനകത്ത് നിൽക്കുന്ന ആളാണ് പുള്ളി. ഹോളി പ്ലേസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഹോളി പ്ലേസ് ആത്മാവിന്റെ മണ്ഡലം. അവിടെ വിളക്കുണ്ടല്ലോ, അപ്പമുണ്ടല്ലോ, കഴിക്കുന്ന ആ സംഭവമാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി മിനിസ്ട്രി ഓറിയന്റഡ് ആണ്. കാരണം ദൈവവചന പ്രകാരമേ ഞാൻ ജീവിക്കൂ.
വചനം പറയുകയാണ്, ചത്തവനെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. 7 ദിവസം വരെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, ആരും തൊടാൻ പറ്റത്തില്ല. ഇനി ക്വാറന്റൈൻ ആകൂടാ. അയ്യോ, അപ്പോൾ 7 ദിവസം ശുശ്രൂഷ മുടങ്ങി പോകുള്ളൂ. കർത്താവേ, അന്ന പിന്നെ വേണ്ട വേണ്ട. അപ്പോൾ ശുശ്രൂഷ മുഖത്ത് വരുമ്പോഴത്തേക്ക് ശുശ്രൂഷയെ ആദരിച്ചുകൊണ്ട് മനുഷ്യ ജീവൻ ഒരു വില പോലും കൊടുക്കാതെ പോകുന്ന സംഭവം ചിലപ്പോൾ ആത്മാവിൽ നടക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയല്ലേ? ഉപദേശം പ്രസംഗിക്കുന്ന ആൾ ഉപദേശത്തിന് എതിരെ ജീവിക്കുന്ന ആളാണെങ്കിൽ പുള്ളി കണ്ണെടുത്ത് കണ്ടുകൂടാം. ഭയങ്കര വിഷയമാണ്. പുള്ളി ഭയങ്കര ഉഴപ്പാണ്, അല്ലെങ്കിൽ പുള്ളി ഭയങ്കര വിഷയമാണ്. എന്താ അറിയോ? പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ് പുള്ളി, ആത്മാവിൻ്റെ. കാരണം ഹോളി പ്ലേസിനകത്ത് വിളക്കുണ്ടല്ലോ, അത് വിളക്കല്ല ഗൈഡൻസ്. അപ്പം കഴിക്കുക, 12 അപ്പം അപ്പം കഴിച്ച് ജീവിക്കുക. അപ്പം ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുക. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. നല്ല കാര്യമാണ്, അത് ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. അതിനെതിരെയല്ല ഞാൻ പറഞ്ഞു കേട്ടോ, അതിനെതിരെയല്ല ഞാൻ പറഞ്ഞത്. അത് വേണം. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. നെഫ്രഷ് ആയിരുന്നപ്പോഴത്തേക്ക് ആ ഇൻസ്റ്റിങ്റ്റുള്ളൂ കേട്ടോ. പക്ഷെ മേളോട്ട് കയറിയപ്പോഴത്തേക്ക് അപ്ഡേറ്റ് സംഭവിച്ച പൂർണ്ണതയല്ല, അവിടെയും കുറവുള്ളത് കൊണ്ടാണ് അടുത്ത മണ്ഡലം വെളിപ്പെടുന്ന നെഷ്മയുടെ മണ്ഡലം. അപ്പോൾ പുരോഹിത പറയുക, പുള്ളിക്ക് വിഷമമുണ്ടായി, പക്ഷെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിയൊക്കെ പോയി. ലേവി വന്നു. ലേവിയും പിന്നെ ഈ ദേവാലയ സംബന്ധമായ വേലക്കാരനാണ് കേട്ടെ. നമുക്കതിനെ കപ്പയാർന്നൊക്കെ പറയാം. അപ്പോൾ പുരോഹിതൻ പുള്ളി ഒഫീഷ്യൽ റാങ്കാണ്. ലേവി എന്ന് പറയുമ്പോഴത്തേക്ക് ദേവാലയ സംബന്ധമായ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതും നമ്മളെ മെമ്പർ വിശ്വാസികൾ ഒക്കെ പറയത്തില്ല, അതുപോലെ ഉള്ള ഒരു റാങ്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ചർച്ചിൽ അച്ചായനാണ്. അപ്പം അച്ചായൻ എൻ്റെ പാസ്റ്റ് തന്നെ വന്നില്ലല്ലോ. അപ്പം ഞാൻ ഇനി എങ്ങനെയാ വരുന്നത്? നമ്മുടെ ആ സർക്കിള് അനുവദിക്കുകയില്ല കേട്ടോ. നമ്മുടെ ആ ഒരു കൾച്ചർ വേറൊരു കൾച്ചർ, തനിച്ച് വാർക്കുന്ന ജനമായതുകൊണ്ടേ അത് ഈ പാപികളോട്, പ്രത്യേകിച്ച് ഇങ്ങനെ പിശാചിനെ അടിമേടിച്ച് കിടക്കുന്ന, തകർന്ന് കിടക്കുന്ന പാപിയോട് കൂടെ ഇങ്ങനെ സംസർഗം ചെയ്യാൻ വേണ്ടി ഇച്ചിരിയും പാടാ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പിടുത്തം കിടപ്പുണ്ടേ, പ്രമാണത്തിന് പിടുത്തം കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രമാണത്തിന് പിടുത്തം കിടക്കുന്ന കൊണ്ട് അത് മൈൻഡ് സെറ്റാണ്. അപ്പോൾ യേശു പറയുക, അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല സമരിക്കാരൻ, ഒരു യൂതനെ സംബന്ധിച്ച് സമരിക്കാരൻ നല്ലതാകാൻ പറ്റത്തില്ല, ശത്രുവാണ് പുള്ളിയുടെ. പക്ഷേ യേശു പറയുക നല്ല സമരിക്കാരൻ. മൈൻഡ് സെറ്റ്. ഇപ്പൊ ശുശ്രൂഷിക്കുന്ന ആടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. മനുഷ്യനെ തനിക്കൊരു സ്നേഹവും ഇല്ലെന്നേ. ദൈവത്തെ ഭയങ്കര സ്നേഹമാണ്, മനുഷ്യനൊരു സ്നേഹവും ഇല്ല. യേശു കർത്താവ് ശബത്തിൽ ആൾക്കാരുടെ സൗഖ്യമാക്കി. യൂതന്മാർക്ക് ഭയങ്കര അസൂയ, പിണക്കം, കീറിയും കൊണ്ടു. ഞങ്ങളുടെ പ്രമാണം കണ്ടോ. അപ്പൊ യേശു പറയടോ, ഞാനാടാ പ്രമാണം ഉണ്ടാക്കിയത്. ഞാൻ മനുഷ്യപുത്രൻ ശബത്തിൻ്റെയും കർത്താവാണ്, ആ പ്രമാണം. അപ്പൊ യേശു പറയുക, നിന്റെ കാള കുഴിക്കകത്ത് വീഴുമ്പോൾ നീ രക്ഷിക്കുകയില്ലേടാ ശബത്തില്? ചെയ്യും കർത്താവേ, ചെയ്യും. എടോ, മനുഷ്യന്റെ വില അതിനേക്കാൾ കൂടുതലല്ലേടാ? ഇപ്പൊ നിങ്ങൾ മനുഷ്യന്റെ വില നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന പട്ടിക്ക് കൊടുക്കുന്ന വില പോലെ നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. പക്ഷെ ഇവരാരാ അറിയാമോ? റബ്ബായിമാരാണ്, പുരോഹിതന്മാരാണ് ഇവരെല്ലാവരും കൂടെ. അങ്ങനെ കുറേ കൂട്ടം നമുക്കുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ പെട്ടകം കിടന്നു, എന്നെയും കൂടി ഞാൻ ഉൾപ്പെടുത്തുകയും ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടെ പെട്ടുപോയേക്കാം. ആക്ച്വലി അത് നമ്മുടെ വളർച്ച അവിടം വരെ ആയിട്ടുള്ളൂ എന്നതിന് തെളിവാണ്. അത് നമ്മുടെ കുറവല്ല, വളർച്ച പൂർണ്ണമായിട്ടില്ല എന്ന അതിൻ്റെ അർത്ഥം. അപ്പൊ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് ഇനിയും വളരാനുണ്ടെന്ന് കാണിക്കുക. ഓക്കെ. അപ്പോൾ നല്ല സമരിയക്കാരൻ. അപ്പൊ ഈ നല്ല സമരിയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ നല്ല മൈൻഡ് സെറ്റ്. എവിടെയോ പുള്ളി ബിസിനസ്സിന് പോകുകയാ, കരുതേടെ ഇങ്ങനെ ഇരുന്ന് പോകുകയാ, അത്യാവശ്യം എമർജൻസിയാ പുള്ളിക്ക്. പക്ഷെ പുള്ളി ഈ മൂളൽ കേട്ടപ്പം പുള്ളിക്ക് മുമ്പോട്ട് പോകാൻ വയ്യ. പുള്ളി കഴുതെ നിർത്തിയിട്ട് അവിടെ ഇറങ്ങി ചേർന്ന് പുള്ളി കോരി എടുത്ത് കൊണ്ടുവന്ന് എണ്ണ പുരട്ടി പൂശി റെഡിയാക്കി കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് പുള്ളി ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. കൈയുടെ 2 കാശും കൂടെ കൊടുത്തു. അതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. ഇവിടെയാണ് മർമ്മം. എന്താണ് മർമ്മം? ഞാൻ പറഞ്ഞുതരാം. ഈ സ്പിരിറ്റ് മണ്ഡലത്തിൽ നിന്ന് കട്ടൻ കീറിക്കഴിഞ്ഞാൽ അകത്തോട്ട് കയറിയ നഷ്മയാണ്. എന്താണ് നഷ്മ? മോസ്റ്റ് ഹോളി പ്ലേസ്. ഒന്ന് മനസ്സിൽ പറയുമ്പോൾ ഒന്ന് വൈബ്രേഷൻ അടിക്കണം കേട്ടോ. മോസ്റ്റ് ഹോളി പ്ലേസ്. ഒരു പേടി ഉണ്ടായേ പറ്റത്തുള്ളൂ. എന്താ? നമുക്ക് അറിയാൻ പാടില്ലാത്ത
അൺഅപ്രോച്ചബിൾ ആയിട്ടിരിക്കുന്ന ഇടമാണ് ഈ ഇടം. അവിടെ പോകുമ്പോൾ സറാഫുകൾക്ക് പോലും നോക്കാൻ വേണ്ടി ചങ്കുറ്റമില്ലാത്ത ഇടമാണ് ആ ഇടം. അപ്പോൾ ആ ഇടത്തിലോട്ട് അകത്തോട്ട് കയറി പോകാൻ വേണ്ടിയുള്ള തൻ്റെ ഇടം ഒന്ന് ഓർക്കണം കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പറയുമ്പോഴത്തേക്ക് ഒന്ന് വൈബ്രേഷൻ അടിക്കണം. അതിവിശുദ്ധ സ്ഥലം വിറക്കണം ഒന്ന്. നമുക്കിനി മുമ്പോട്ട് പോവാം. അപ്പൊ അങ്ങനെ വിറച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട്. വെളിപ്പാട് ഇങ്ങനെ വാക്യമുണ്ട്, ജയിക്കുന്നവർ എന്ത് കൊടുക്കും? മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അപ്പൊ ഈ മറഞ്ഞിരിക്കുന്ന മന്ന കാണാൻ പറ്റാത്ത മണ്ണയാണല്ലോ. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വെളിപ്പെട്ടത് യഹോവ നമുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. എന്നാൽ വെളിപ്പെടാത്തത് യഹോവയെ കൊള്ളതാണെന്ന് പറയുക അല്ലേ. അപ്പോൾ പെട്ടകത്തിൻ്റെ അകത്ത് എന്തിരിപ്പുണ്ട്? പൊൻകുടത്തിനകത്ത് മണ്ണിരിപ്പുണ്ട്. അത് കവർ ചെയ്തേക്കുക, അത് കാണാൻ പറ്റത്തില്ല, അത് മറഞ്ഞിരിക്കുക. വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ. ആണ്ടിൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ അത് കാണിച്ചേക്കാം ഓർമ്മയ്ക്ക് വേണ്ടി, പക്ഷേ അത് മറഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ 66 പുസ്തകമുണ്ട്. അത് വെളിപ്പെട്ട മന്നയാണ്. ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ഭക്ഷിക്കുന്ന ആ അപ്പം ഇല്ലേ, ആ അപ്പമാണ്. അപ്പോൾ പാസ്റ്റർമാരും അപ്പോസ്തലന്മാരും പ്രസംഗിക്കുന്ന ആ വെളിച്ചമില്ലേ, ആ മെനൂറയുടെ വിളക്കത്. അപ്പോൾ നിങ്ങൾക്ക് വിളക്കുണ്ട്, അപ്പമുണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതൽ ആഴമുള്ള ദൈവത്തിൻ്റെ ഹൃദയം ഇനിയും ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെ കിട്ടും? നിങ്ങൾ ഒരു പടിയും കൂടി മുമ്പോട്ട് പോകണം. അതെവിടെയാണ്? നശ്മ. അങ്ങോട്ട് കയറുന്നു. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് യു നോ വാട്ട് ഈസ് ദെയർ? അവിടെ ഇന്റിമെസിയുടെ ലെവൽ അങ്ങ് കൂടി. അങ്ങ് ലൗകിക സഭയിൽ യേശുവിനെ മുട്ടിക്കൊണ്ടിരിക്കുക, തുറക്കട. ആര് ശബ്ദം കേട്ടിട്ട് കഥ പറഞ്ഞാൽ ഞാൻ അവൻ്റെ അകത്ത് കയറും, അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ഈ അത്താഴം, സപ്പർ എന്ന് പറയുമ്പോൾ ഫാമിലി റീയൂണിയനാണ്, ഡീപ്പർ ലെവൽ ഓഫ് ഇൻറ്റിമസിയാണ്, സംസാരത്തിൻ്റെയും റാഷണാലിറ്റിയുടെയും ഡീപ്പർ ലെവൽ ഓഫ് ഫെലോഷിപ്പാണ്. അപ്പോൾ ഇവിടെ നശ്മയ്ക്കകത്തൊരു വ്യക്തി കയറിക്കഴിഞ്ഞാൽ ഡീപ്പർ ലെവൽ ഓഫ് ഇൻറ്റിമസി ദൈവത്തോട് വെളിപ്പെട്ട് വരികയാണ്. സ്നേഹം അവിടെ വെളിപ്പെടുക മാത്രമല്ല, സ്നേഹം അവിടെ അങ്ങ് ഒഴുകുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹം. എന്താ കാര്യം? ആർക്കും കാണാത്ത ഹൃദയം നിങ്ങൾ ദൈവത്തിൻ്റെ കണ്ടു. അതാ വചനം പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിക്കകത്ത് അത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ അത്താഴം അത് നശ്മയ്ക്കകത്താണ് ഇരിക്കുന്നത്. നശ്മയ്ക്കകത്ത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇതുവരെ നിങ്ങളുടെ പ്രമാണത്തിൻ്റെ അപ്പുറം ഇരിക്കുന്ന ദൈവസ്നേഹം ഒഴുകാൻ തുടങ്ങും. യേശു വന്നേ എവിടുന്ന് അറിയാവോ? അവിടുന്ന് അല്ല ഇറങ്ങി വന്നത്. അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് യേശു അത്താഴം കഴിച്ച് ആരുടെ കൂടെയാ? പാപികളുടെ കൂടെയല്ല ഇരുന്നത്. അതുകൊണ്ട് യേശുവിന് പേര് വന്നില്ലേ? കൊടിയനാണെന്ന്, തീറ്റിപ്പൊളയനാണെന്നൊക്കെ പേര് വന്നില്ലേ യേശു കർത്താവിന്? ഇവന്മാരിട്ട പേരാ. അപ്പോൾ യേശു അവിടെയാ ഇരിക്കുന്നത്. അപ്പോൾ യേശുവിനെ ബാധിച്ചില്ലല്ലോ. സങ്കീർത്തനം 1 വായിക്കുമ്പോൾ പാപികളുടെ കൂടെ ഇരിക്കാൻ പാടില്ല, പരിഹാസിയുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല, ചലിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, എല്ലാം നോ എന്നാണ്. എന്താ? വളർച്ച അത്രയേ ഉള്ളൂ. അപ്പോൾ വളർച്ച അത്രയും ഉണ്ടെങ്കിൽ പോകാൻ പാടില്ല, തൊട്ട് പോയത്തരുത്, അടിച്ച് റെഡിയാക്കും. ദൈവം അങ്ങനെ പറയത്തുള്ളൂ. എന്താ അറിയാം? വിഷയം അങ്ങനെയാണ്. പിള്ളേരെ കുറിച്ച് പറയത്തില്ല, പുറത്ത് പട്ടി കൊണ്ടാ കടിച്ച് നിന്നെ റെഡിയാക്കും. അല്ലെങ്കിൽ കീടില്ലെങ്കിൽ ചൂറല കൊണ്ട് നിന്നെ തോട പൊട്ടിച്ചെടുക്കൂടാ, അങ്ങനെ പറയത്തില്ലേ? പക്ഷെ അപ്പം അറിയാടാ അങ്ങനെ ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്. അപ്പൊ ദൈവം പറയും, നിന്നെ അടിച്ച് ഞാൻ റെഡിയാക്കൂടാ, ഞാൻ നിന്നെ കീറിക്കളകൂടാ, വിടുവിക്കാൻ വേണ്ടി ആരും കാണത്തില്ലടാ. ദൈവം പറയും, അയ്യോ കർത്താവേ സ്തോത്രം, പേടിച്ച് വരട്ടെ. മൈൻഡ് സെറ്റപ്പിനകത്ത് വരുന്ന ശബ്ദങ്ങൾ ഇതൊക്കെ നേരെ നടത്താൻ വേണ്ടിയാണ്. ഇതൊക്കെ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി. അപ്പം കപ്പാസ് വളർച്ചയ്ക്കനുസരിച്ച് വചനം ഇറങ്ങുകയാണ്. എന്നാൽ വളർന്നു കഴിഞ്ഞാൽ ലെവൽ മാറുന്നു വചനത്തിന്റെ. ഈ ഭൂമിയിൽ ബൈബിളിനകത്ത് വെളിപ്പെട്ടത് മൊത്തം ആക്ച്വലി പരിമിതമായ ഒരു അറിവാണ്. അതുകൊണ്ട് പോൾ പറഞ്ഞത്, അംശമായതേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ, ഇനിയും ബാക്കി കൊണ്ട് അറിയുവാൻ വേണ്ടി എനിക്ക് ഇനിയും ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ അത് നെസ്മേൻ, മറഞ്ഞിരിക്കുന്ന ദൈവത്തിന് ഹൃദയം നിങ്ങൾ കാണുകയാണ്. കണ്ടാൽ ഓ മൈ ഗോഡ്, സ്നേഹം ഒഴുകുന്ന
ക്രൂശി കടന്നപ്പോൾ തന്നെ ചിന്തിച്ച് പിരിച്ചുകൊണ്ട് ആൾക്കാർ ഇരുന്നപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ പിതാവേ, ഇവർ ചെയ്യുന്ന എന്താണ് അറിയായ കൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ. യേശു പറയുകയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റൂ? എവിടെ? നമ്മുടെ വളർച്ച അത്രയും കേട്ടിട്ടില്ലേ? അവൻ നമ്മളിവിടെ മുഖം വീർപ്പിച്ച് മനസ്സിനകത്ത് എഴുതി ഡയറിക്കകത്ത് കുറിച്ചിട്ട് ദാവീദ് മരിച്ചപ്പോഴത്തേക്ക് സൊലൊമോനെ വിളിച്ചിട്ടോ, ആ പുള്ളിയെ നീ ഓർക്കണം കേട്ടോടാ, വെറുതെ വിട്ടേക്കരുത്. അങ്ങനെ നമ്മൾ തലമുറയ്ക്ക് കൈമായിട്ട് പോകും അല്ലേ? അതെ. പക്ഷെ വളർച്ച വന്നാൽ, നശ്മയുടെ ദൈവത്തിന് ഹൃദയം കണ്ടു കഴിഞ്ഞാലേ നമ്മുടെ അകത്തായി ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലാതായി മാറും. നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും, നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങും. 7 തവണയല്ല, 70 തവണയായിട്ട് 490 തവണ എനിക്കെതിരെ അവൻ പാപം ചെയ്താൽ പോലും എൻ്റെ മനസ്സിനകത്ത് അവനോട് സ്നേഹം കുറഞ്ഞു പോകത്തില്ല. എന്താ കാര്യം? പ്രമാണത്തിന് അപ്പുറം ദൈവത്തിന് ഹൃദയത്തെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ്. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ തത്രപ്പെടുന്നത്. എൻ്റെ ആത്മഭാരം അതാണ്. ഇൻഫർമേഷൻ അല്ല, എനിക്ക് നിങ്ങളുടെ അകത്ത് ദൈവത്തിന് ഹൃദയം വെളിപ്പെടുത്തണം, നശ്മ ഓപ്പണാക്കി തരണമെന്നാണ്. ഹൃദയം, സീ ദ ഹാർട്ട് ഓഫ് ഗോഡ്. അപ്പോൾ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇങ്ങനെ വാക്യമുണ്ട്. എന്താ വാക്യം അറിയോ? വാക്യം എങ്ങനെയാണ്? അശുദ്ധമായതിനെ നിങ്ങൾ തൊട്ടാൽ നിങ്ങൾ അശുദ്ധമായി മാറും. എന്നാൽ മോസ്റ്റ് ഹോളി പ്ലേസിൽ ഇരിക്കുന്ന പാത്രങ്ങളുണ്ടേ, ആ പാത്രങ്ങളെ അശുദ്ധമായി തൊട്ടാൽ പാത്രം അശുദ്ധമാകത്തില്ല, അശുദ്ധി ശുദ്ധീകരിക്കപ്പെടും, അശുദ്ധമായത് ശുദ്ധമായി മാറും. അപ്പോൾ പ്രാകാരത്തിൽ നിൽക്കുന്ന വ്യക്തിക്കും ഹോളി പ്ലേസിൽ ഇരിക്കുന്ന വ്യക്തിക്കും നിബന്ധനമുണ്ട്, തൊട്ടു പോയേക്കരുതെന്ന, അല്ലേ? പക്ഷെ അതിൻ്റെ അപ്പുറം കയറിക്കഴിഞ്ഞാൽ ആ നിയമോടെ ബാധകമല്ല. അപ്പോൾ ലെവൽ മാറുന്നതനുസരിച്ച്, റെലം മാറുന്നതനുസരിച്ച് നിയമത്തിന് മാറ്റമുണ്ട് സഹോദരങ്ങളെ. എന്നെ കൊല്ലല്ലേ, ഇത് യാഥാർത്ഥ്യമാണിത്. എന്താ കാര്യം അറിയോ? അവിടെ അശുദ്ധി എന്നെ തൊടത്തില്ല, അവിടെ പാപം എന്നെ വീഴ്ത്തത്തില്ല. വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ, നശ്മയ്ക്കകത്ത് ഞാൻ കയറി ദൈവത്തോട് ഇന്റിമേറ്റ് ആയി കഴിഞ്ഞാൽ ലോകത്തിന്റെ പാപം എന്നെ വേട്ടയാടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പിതാവിന് മടിയിൽ നിന്ന് ഇറങ്ങി വന്ന പാപികളുടെ കൂടെ പോയി അത്താഴം കഴിപ്പാൻ ഇടയായത്. കുടിയന്മാരുടെ കൂടെ യേശു കർത്താവ് ഇരുന്നു, കിടന്നു. അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ. നമ്മുടെ മനസ്സിനൊരു ഫ്രീഡം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നശ്മ വെളിപ്പെടും. നല്ല സമരിയക്കാരന്റെ ശുശ്രൂഷ എന്തുകൊണ്ടാണ് വെളിപ്പെട്ട് വന്നത്? ശത്രുവാണെങ്കിൽ പോലും, അല്ലേ, ശത്രുവാണെങ്കിൽ പോലും ഞാൻ നശ്മയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എങ്കിൽ ഞാൻ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ കാര്യം പിന്നെ എത്രയോ അധികമാകും, അല്ലേ? ആത്മാവ് സംസാരിക്കുകയാണ്, ആത്മാവിന് ഇടപെടുകയാണ്. നമ്മളെ കർത്താവ് വളർത്താൻ ആഗ്രഹിക്കുകയാണ്. നശ്മയ്ക്കകത്തൂന്ന് ഒരു വിളി വരികയാണ്, വന്നാട്ടെ. ആത്മാവിന്റെ ശബ്ദം കേൾക്കുക. യേശു എന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നാട്ടെ. നിങ്ങൾ അടുത്ത റലത്തിലോട്ട് വെളിപ്പെടാൻ വേണ്ടി പോകുകയാ. അടുത്ത റലം ഓപ്പൺ ആകാൻ വേണ്ടി പോകുകയാ. അടുത്ത ഡയമെൻഷൻ ഓപ്പൺ ആകാൻ വേണ്ടി പോകുകയാ. മനസ്സിന്റെ ഒരു അപ്പർ ഗ്രേഡ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുകയാണ്. നശ്മയ്ക്കകത്തോട്ട് കയറാൻ വേണ്ടി മറഞ്ഞു കിടക്കുന്ന മന്ന നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി പോകുകയാണ്. ഇതുവരെ ആർക്കും കാണാത്ത രഹസ്യങ്ങൾ നിങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി പോകുകയാണ്. അതാണ് വചനം പറഞ്ഞത്, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നിധികളെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിധികളെ യേശു നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുകയാണ്. അത് ഓപ്പൺ ആകട്ടെ. അങ്ങനെ ഓപ്പൺ ആകുമ്പോഴാണ് സ്നേഹം ഒഴുകാൻ തുടങ്ങുന്നത്. ദൈവത്തിന്റെ ഭാവം നിങ്ങളുടെ അകത്ത് ഒഴുകാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ യേശുവിനെ പോലെ തന്നെയായി മാറാൻ വേണ്ടി പോകുകയാണ്. ആര് തൊട്ടാൽ, നിങ്ങളെ ആരെങ്കിലും കടിച്ചാൽ പിടിച്ചാൽ നിങ്ങളത് ബാധിക്കില്ല. കാരണം സ്നേഹത്തിന്റെ ആത്മാവ് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ മനസ്സിന്റെ സമാധാനം നിങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങും. അത് നിങ്ങളുടെ മനസ്സിനെ കാക്കാൻ തുടങ്ങും സഹോദരങ്ങളെ. അങ്ങനെ ബിറ്റർനെസ് ആകട്ടെ, പാപത്തിന്റെ പ്രവണതയാകട്ടെ, ഈ ലോകത്തിൽ എത്ര മഹാപാവിയാണെങ്കിൽ പോലും നിങ്ങൾ അവന്റെ കൂടെ അത്താഴം കഴിച്ചപ്പോൾ അവന്റെ പാപം നിങ്ങളെ അശുദ്ധമാക്കത്തില്ല. നിങ്ങളുടെ വിശുദ്ധി, നിങ്ങളുടെ അകത്തുള്ള ദൈവ സാന്നിധ്യം അവനെ മാറ്റാൻ വേണ്ടി പോകുകയാണ്, അവനെ തൊടാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെയുള്ള ഒരു മാറ്റത്തിന്റെ റലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരികയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ,
സ്തുതിക്കുകയാണ്, അങ്ങ് വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രിയിൽ കേൾപ്പിക്കപ്പെട്ട ഈ വിലപ്പെട്ട കർത്താവെ ആളുകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൽ മാത്രമല്ല, അതിനപ്പുറം കയറി പുരോഹിത ശുശ്രൂഷയ്ക്കകത്ത് എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ വായിച്ചുകൊണ്ട് കർത്താവെ അത് പ്രമാണിച്ച് സിദ്ധതയിലോട്ട് എത്തി കർത്താവെ അടുത്ത വെള്ളത്തിലോട്ട് കയറാൻ സമയമായിരിക്കുകയാണല്ലോ. അതാണല്ലോ പൗലോസ് പറഞ്ഞ്, സമയം നോക്കിക്കുക, നിങ്ങൾ ഗുരുക്കന്മാരെ പോലെ ആകേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ കേൾക്കാൻ അല്പം മാന്ദ്യമുള്ളവരാണ്. നിങ്ങൾ ഇപ്പോഴും പാല് കാക്ഷിക്കുന്നവരാണ്. നിങ്ങൾ പഴയ ആദ്യ പാഠങ്ങളെ വിട്ടേച്ച് നിങ്ങൾ സിദ്ധതയിലോട്ട്, പൂർണ്ണതയിലോട്ട് നിങ്ങൾ കയറേണ്ടവരാണ്. കർത്താവേ, എത്രയോ സത്യമായ കാര്യമാണ്. പലപ്പോഴും ഹോളി പ്ലേസിനകത്ത് വന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ണ് കർത്താവേ ഞങ്ങളുടെ കുരുട്ടായി പലപ്പോഴും എത്രയോ പേര് പിന്മാറിപ്പോയി. അവരോർത്തു അതാണ് എല്ലാം. അതിനപ്പുറം മറ്റൊരെല്ലാം തുറന്നു കിടക്കുന്ന സംഭവം കർത്താവെ അറിയാതെ പോയി. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഈ വെളിപ്പാട് അകത്തളത്തിൽ കത്തി വരട്ടെ കർത്താവേ. ആത്മരലത്തിന്റെ അപ്പുറം ദൈവത്തിന്റെ ഡീപ്പർ ലെവൽ ഓഫ് സ്നേഹത്തിന്റെ റലം തുറന്നു കിടക്കുന്നു. ഇന്നർ ചാമ്പർ, ദ ചാമ്പർ ഓഫ് മാരേജ്, ദ ചാമ്പർ ഓഫ് ഇന്റിമസി, the chamber of irreversible തിരിഞ്ഞു മാറ്റുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രസ് വെളിപ്പെട്ട് കിടക്കുന്ന മണ്ഡലമാണ് നശ്മയുടെ മണ്ഡലം. ഹല്ലേലൂയ. അത് ഓപ്പൺ ആകുകയാണ്. യേശുവിന്റെ കുരിശിൽ അവൻ ഗോൽഗോഥ എന്ന് പറയുമ്പോൾ സ്കെൽ, തലയാണ് തല. ഹല്ലേലൂയ. മനസ്സ് ഭരിക്കുന്ന ഇടം, ആ തലയെ അവിടെയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ മനസ്സിനകത്ത് ഇന്ന കുരിശ് ഉയരട്ടെ. നിങ്ങളുടെ സ്കെൽ, നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ അകത്തലത്തില് യേശുവിന്റെ കുരിശിന് ഉയർന്നാൽ അവിടെ നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റുമോ? ആ ശബ്ദം ജയഭേദിയാണ്. ജയഭേദിക്ക് കേൾക്കാൻ പറ്റുമോ? ഒറ്റകളെ അധികാരങ്ങളെ, സിംഹാസനങ്ങളെ താഴെ ഇറക്കി വന്ന് പരസ്യകൊലമാക്കി അവരുടെ മീതെ ജയോത്സവം കൊണ്ടാടിയ ശബ്ദം, യേശുവിന്റെ ശബ്ദം ഗംഭീരനാദം കേൾക്കാൻ കഴിയും സഹോദരങ്ങളെ. ആ ശബ്ദം നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ആ ശബ്ദം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട പൈശാചിക സിംഹാസനങ്ങളെ താഴോട്ട് ഇറക്കി പരസ്യകൊലമാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ശബ്ദം നിങ്ങൾ കേട്ടാട്ടെ. നിങ്ങളുടെ മനസ്സിൽ സ്കെല്ലിനകത്ത്, നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ആ ശബ്ദം ജയഭേദി മുഴങ്ങട്ടെ. ഡെലിവറൻസ് നടക്കട്ടെ. ഒരു വിടുതലുണ്ടാകട്ടെ. തകർച്ചയുടെ ആത്മാവ്, നെഫേഷിന്റെ അകത്ത് വെളിപ്പെടുന്ന സ്കോർപ്പിയന്റെ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ തകർന്ന് വീഴട്ടെ. ഹല്ലേലൂയ. വീഴട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ. നാളുകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് കർത്താവേ കേളിന്റെ ആ വിഷമകത്ത് വന്ന് തകർച്ചയോടെ, കരച്ചിലോടെ, ഭാരത്തിന്റെ ആഴത്തിൽ ഇരുന്നു കൊണ്ട്, ഡിപ്രഷന്റെ ആത്മാവില് പലരും ഇത് ജയിക്കാത്ത കൊണ്ട് സൂസൈഡ് ടെൻഡൻസി ഉണ്ടായി തൂങ്ങി മരിക്കാനിടയാകുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ആ ടെൻഡൻസിയെ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ഡെലിവറൻസ് ഉണ്ടായി. കർത്താവ് നിന്റെ ശക്തിന, നിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. സ്തോത്രം കർത്താവേ. രാജ്യവും ശക്തിയും മഹത്വവും എപ്പോഴും അങ്ങയുടെ തന്നെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ഗോഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.